guys, welcome back to my channel. I am Ilhan. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടെറസിൽ ഒരു കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടെറസ് ഗാർഡൻ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ അലക്കി വിരിച്ച് ഉണങ്ങാനിടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ആ ഒരു സ്ഥലത്ത്, അപ്പോൾ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, അവിടെ വേണം നമുക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മേളിൽ റൂഫിങ് ചെയ്തിട്ടുള്ളതാണ്, ഷീറ്റ് മേഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിലായിട്ട് ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ മൊത്തം മുഷിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു യെല്ലോ കളർ പെയിൻറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം ചെടികളൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ഒരു മഞ്ഞ കളർ പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കുകയാണ്. ഇത്തിരി പെയിൻറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ കാണുമ്പോൾ കുറച്ച് ഗുമ്മുണ്ടാവുമല്ലോ എന്ന് കരുതി. പിന്നെ നമ്മൾക്ക് അവിടെ ഒരു പഴയ സ്റ്റാൻഡ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് പെയിൻറ്റ് അടിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കുറച്ച് ചെടികളൊക്കെ വെക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തുനിന്ന് സ്റ്റാൻഡോ അങ്ങനെ ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വലിയ ഭംഗിയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ അടിച്ചത്. അപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ ഇവിടെ ഒന്ന് എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾ ഓരോന്നായിട്ട് എല്ലായിടത്തും എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഞാൻ വെക്കുന്നത് അഗ്ലോണിമ ചെടികളാണ് കേട്ടോ. അപ്പോൾ അഗ്ലോണിമയുടെ കുറച്ച് കളക്ഷൻസാണ് ഇതിനകത്ത് വെക്കുന്നത്. അത്യാവശ്യം വലിയ ചെടികളാണുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അരപ്രൈസിലായിട്ട് ഞാൻ കുറച്ച് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ്സ്, അതുപോലെ റിബൺ ഗ്രാസ്, അരേലിയ പ്ലാന്റ്, അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ കുറച്ച് കലാത്തിയുടെ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഞാൻ 10 മണി ചെടികളെ വെച്ചിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിന് താഴെ നമ്മൾ കുറച്ച് ചെറിയ ചട്ടികളിൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു വാട്ടർ ഗാർഡൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ ഗാർഡൻ്റെ താഴെയായിട്ട് കോർണറിൽ ഞാൻ കുറച്ച് കലേഡിയം പ്ലാന്റ്സ് ആണ് വെക്കുന്നത്. അപ്പം ഞാൻ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേപോലത്തെ ചെടികൾ എല്ലാം ഒന്നിച്ച് അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാനൊരു യുജീനിയ പ്ലാന്റ് 2 കൊണ്ടുവച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് അവിടെ വെക്കണ്ടെന്ന് മാറ്റിയിട്ട് വേറൊരു ചെടി ഞാൻ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഒരേപോലത്തെ ചെടികൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ടാത്ത ചെടികൾ, എന്നും വെള്ളം വേണ്ട ചെടികൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരേപോലത്തെ ചെടികൾ ഒന്നിച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത്, നനയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെടികൾ വെച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ ചെടികളൊക്കെ അടുക്കി ഒതുക്കി പറക്കി എടുത്ത് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഗാർഡൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ചെടിയൊന്നുമില്ല, കുറച്ച് ചെടി മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സുഖമാണ്. ഇവിടെ ഞാനാണെങ്കിൽ ഒരു ടയർ സെറ്റൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ മഴക്കാലത്ത് എൻ്റെ ചെടികളൊക്കെ മഴ കൊണ്ട് നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ടെറസിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചെടികളെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവച്ചത്. അപ്പോൾ നമ്മുടെ ചെടികളൊന്നും മഴയൊന്നും നനഞ്ഞ് ചീഞ്ഞു പോകുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു മുറ്റത്തെ ചെടികളൊക്കെ വെക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ടെറസിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെയും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെടികൾ തന്നെയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ ചെടികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇവിടെ ഗാർഡൻ ഒന്നുകൂടെ കുറച്ചുകൂടെ കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ? അപ്പോൾ ഗാർഡൻ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അത് അറിയിച്ചേക്കാം കേട്ടോ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്തേക്കാം. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ മണി പ്ലാന്റ്, ഫിലോഡഡൻ ഒക്കെ പോലത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ കൂട്ടത്തിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല. ഈ ഭാഗത്ത് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ചെടികളാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
ഈ സൈഡിലെ കുറച്ച് ഫിലോഡൻഡ്രൻ പ്ലാന്റ്സും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോക്കനട്ട് ഷെല്ലിൽ വെച്ചിട്ട് ഒരു സ്പൈറൽ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടർട്ടിൽ വൈൻ നട്ടിട്ട്. അത് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.